അപ്പൊ സെൽബിയാക്കാ ചായ കുടിച്ചാ കൽപ്പഞ്ചിരങ്ങാടിയിലാണല്ലോ അല്ലേ? നമ്മളെ സ്ഥിരം കേന്ദ്രമാണ് ഇവിടെ അല്ലേ? നമ്മളെ ബോസിന്റെ കട അല്ലേ? ബോസിന്റെ കടയിൽ ചായ കുടിച്ചാ? ചായ ഒന്നുകൂടി പറയണ. പിന്നെ ഞാൻ നിങ്ങളെ കണ്ടപ്പോഴേ എന്താ നമ്മുടെ പുതിയ ഭരണത്തിനെ കുറിച്ചുള്ള നിങ്ങളെ അഭിപ്രായം? UDFന്റെ ഭരണത്തെ കുറിച്ച് 100% പറയാണ്ടിപ്പോ ഒന്ന് പറയും. കാരണം ഇന്നത്തെ ഈ സമൂഹത്തില് ഒരുപാട് സംഭവങ്ങളും ഭരണാധികാരികളും കേറി മറിഞ്ഞും കാലഘട്ടങ്ങളില് ഇപ്പത്തെ ഈ ഭരണം അൽഹംദുലില്ലാ വൺ പ്രായത്തിലാണ് നമ്മളെല്ലാവരും സന്തോഷിക്കുന്നത്. കാരണം എന്തുകൊണ്ട് എന്ന് വെച്ചാൽ നമ്മൾക്ക് രേഷൻകാർഡിലെ കിറ്റോ അതുപോലെ പിന്നെ പെൻഷൻ പണം ഒന്നല്ല പ്രശ്നം. ഇപ്പൊ നമ്മളെ നാട്ടിൽ നിന്ന് മയക്കുമരുന്ന് മൊത്തം തുടച്ച് മയക്കലാണ് ആവശ്യം. അതിന് കാര്യം എന്തായിക്കോട്ടെ, ഇന്റെ മുഖ്യമന്ത്രിയും ഇന്റെ ചെന്നിത്തലി അൽഹംദുലില്ലാ വൺകിട റായത്തിലാണ് മുന്നേറുന്നത്. ഒരു പടി കോടാനക്കോടി ഉറുപ്പിന്റെ മുതൽ പിടിച്ച് ഈ നാട് നന്നാക്കാതെ രേഷൻകാർഡിന് കിറ്റ് കൊടുത്തതുകൊണ്ടോ പെൻഷൻ കൊടുത്തതുകൊണ്ടൊന്നും കാര്യമില്ല. അത് നിലക്കൂല. നമ്മളെ കുട്ടികൾ ഇന്നല്ലെങ്കിൽ നാളായി കുടുങ്ങാതിരിക്കണം. ആദ്യം നാട് നന്നാക്കണം. ഇന്നത്തെ രേഷൻകാർഡിലെ കിറ്റും ഈ കാശും കൊടുത്തൊരു കാര്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാ വൺകിട റായത്തിലാണ്. അവര് ഭരിക്കും വേണം, അവര് ഭരണത്തിന്റെ മുന്നേറും വേണം, അത് നമ്മൾ അനുകൂലിക്കും വേണം. ഇപ്പൊ ഞങ്ങളെ നാടിനെ സംബന്ധിച്ചിടത്തോളം തന്നെ ഒരുപാട് കോടികൾ പിടിച്ച് ഒരുപാട് കുട്ടികൾ +1 പഠിക്കുന്ന കുട്ടികള്, ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികള്, ഇവരെല്ലാം ഈ കുടുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തില് അൽഹംദുലില്ലാ ഇപ്പോ എല്ലാവർക്കും ഒരു പേടിയായി മാറിയിരിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? പോലെ ആദ്യം ശ്രമിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഏതിന് വേണ്ടിയിട്ട്? ഈ മയക്കുമരുന്ന് നമ്മളെ നാട് ഒന്ന് മോചനം വരുത്താൻ വേണ്ടിയിട്ട്. അപ്പൊ അതിൽ ഞങ്ങൾ എല്ലാവരും സന്തോഷിക്കുകയാണ്, ഈ നാട് മൊത്തം സന്തോഷിക്കുകയാണ്. തീർച്ചയായിട്ടും അൽഹംദുലില്ലാ അവരെ ഭരണം മാത്രമല്ല, ഇതിൽ നിന്ന് അവര് ഏത് സമയത്തും രക്ഷപ്പെടണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഇപ്പോ ഇവിടെ ഈ ഹൈസ്കൂൾ കേന്ദ്രീകരിച്ച് കോളേജ് കേന്ദ്രീകരിച്ചിട്ടൊക്കെ കുട്ടികൾ ഈ കുടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടൽ നമ്മളെല്ലാവരും ആവശ്യമാണ്. അപ്പൊ നമുക്കിപ്പോ ആവശ്യം ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞ മായിക്കന്നെ പെൻഷൻ കിട്ടലോ അല്ലെങ്കിൽ റേഷൻകാർഡിന് കിറ്റ് കൊടുക്കലോ എല്ലാം ആവശ്യം. അതൊക്കെ മാണം കണ്ടായിക്കോളും. നമ്മളെ നാട് ഈ മയക്കുമരുന്ന് സമൂഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തന്നെ വലിയ റഹ്മത്താണ്. തീർച്ചയായിട്ടും നമ്മളെ സമൂഹങ്ങള് നമ്മളൊക്കെ ഡേറ്റ് കഴിഞ്ഞു തുടങ്ങി, നമ്മളെ കാലങ്ങൾ കഴിഞ്ഞ് നമ്മളെ കുട്ടികള് നമ്മളെ ബാക്കിയുള്ളവര് അത് കുടുങ്ങാതിരിക്കണം. നിങ്ങൾ ആദ്യം നാട് ക്ലിയർ ആയിരിക്കണം. ഈ കാര്യത്തിൽ രക്ഷപ്പെടണം. തീർച്ചയായിട്ടും രക്ഷപ്പെടണം. അതിന് വലിയൊരു സംഭവമാണ് നമ്മളെ പെരുമ്പാവൂര് ഒരു ഡിപ്പാർട്ട്മെന്റും കഴിയാത്തൊരു വകുപ്പ് നമ്മളെ കുട്ടികൾ ചെയ്തതില്ല. അൽഹംദുലില്ലാ നമ്മളിത് അംഗീകരിക്കാൻ തയ്യാറാണ്. കാരണം അവിടെ പോലീസ് വണ്ടിയാണ് ചെന്നിട്ടുണ്ടെങ്കിലും അത് കത്തിക്കരുത്. നമ്മൾ കണ്ടതാണ്, സമൂഹ ന്യൂസിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പോ അൽഹംദുലില്ലാ ആ ഭാഗം റായത്തയക്കണ്. അപ്പൊ അതുകൊണ്ട് കാര്യം എന്തായിക്കോട്ടെ, എന്റെ എന്താണ് കുട്ടിയുടെ പേര്, മുഖ്യമന്ത്രിയുടെ പേര് VD സതീശന്റെ പൊന്നും മോനാണത്. അൽഹംദുലില്ലാ അതിന്റെ ആയത്തിനെ നീട്ടിട്ട് കൊടുക്കാനും അത് ഈ സമൂഹം നേരാക്കാനും ഞാൻ എന്നും പ്രാർത്ഥിക്കും. അതെന്താ കാരണം? ഞങ്ങളെ നാട് നേരാവണം ആദ്യം. അതാണ് ഞങ്ങളെ ആവശ്യം. നമ്മൾക്ക് കഴിഞ്ഞ് എനിക്കിപ്പോ 63 വയസ്സായി, ഞാൻ കഴിഞ്ഞു തുടങ്ങി. എന്റെ കുട്ടികളും എന്റെ ബാക്കിയുള്ളവരും എന്റെ നാട്ടുകാരും എന്റെ കുടുംബങ്ങളും അതിൽ നിന്ന് മോചനം കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ ഭാഗം ക്ലിയർ ചെയ്യണം. അത് തീർച്ചയായിട്ടും വേണം. ആദ്യം നമ്മള് ഭാവിയുടെ സ്വപ്നങ്ങളായ ഭാവി സുരക്ഷിത. നമ്മളെ മുന്നിൽ കൂടി ഇപ്പോഴും പോണത് 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികള് അവര് പോയി 10ാം ക്ലാസ്സിൽ കടന്ന് 11ക്ക് കടന്ന് 12ക്ക് കടന്ന് അവര് ഇതിൽ നിന്ന് കുടുങ്ങാതിരിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഈ സമൂഹത്തിൽ ഇത് തുടച്ചു വായിക്കണം. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാൻ പോകണേ, വെറുപ്പൊന്നും കരുതരുത്. ഈ നാട് കീഴടിച്ച ബംഗാളികളാണ്. ബംഗാളികളാണ്. നമ്മൾ കുറ്റപ്പെടുത്തല്ല. ഓലാണ് ഈ കണ്ട ലോകം മയക്കുമരുന്ന് ഇവിടെ ഇറക്കിയത്. അപ്പൊ അതുകൊണ്ട് പറ്റും എന്നുണ്ടെങ്കിൽ രാത്രി 9 മണിന്റെ ശേഷം ഒരു മിന്നൽ ചെക്കപ്പ് നടത്തുകയാണെങ്കിൽ 1 ലക്ഷം ബംഗാളികളെ പിടിക്കവർക്ക്. 1 ലക്ഷം ബംഗാളികളെ പിടിക്കുക. റൂമിൽ ഒരു ഒതുങ്ങിന്റെ ശേഷമേ പാടുള്ളൂ. 1 ലക്ഷം ബംഗാളികളെ കച്ചവടാണ്ട് പിടിച്ച മയക്കുമരുന്ന്. അത് 9 മണിന്റെ ശേഷം എല്ലായിടത്തും ഒരേ ടൈമിൽ ഒപ്പം ചെക്കിങ് ആവണം. ഗ്യാപ്പ് കൊടുക്കരുത്. അതായത് ഇന്ന് ചെയ്തതിന്റെ നാളെ ചെയ്താൽ കഴിഞ്ഞാൽ എന്താ ഇവരൊക്കെ അറിഞ്ഞി, അതുകൊണ്ട് കൊടുങ്ങൂല. ഒറ്റ രാത്രി ഇവരെല്ലാരും കൂടി ഇടപെടണമെങ്കിൽ ഒരു മിന്നൽ പരിശോധന അതിൽ 1 ലക്ഷം ബംഗാളികൾ കുടുങ്ങിയിട്ടില്ലെങ്കിൽ എന്റെ പേര് എന്റെ പട്ടിക്കിടും. അതായത് നിങ്ങൾ പറഞ്ഞവർക്ക് ഒറ്റ ടൈം ഒരു മിന്നൽ പരിശോധന വലിയൊരു എല്ലാം കേൾക്കും. അതിൽ കഴിച്ചിലാവും ചോദിച്ചു. അല്ലാതെ ഈ മയക്കുമായിട്ട് 10 കൊല്ലം ഭരിച്ച ഇവരാണ് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്.
പോലെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യില്ല. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ആയത്. ഇങ്ങനെ ഒരു നമ്മളൊക്കെ പലരും കേട്ടിട്ടുണ്ട്. എനിക്കിപ്പോ 63 വയസ്സായി. നമ്മൾ കേക്കൽ തുടങ്ങിയ കേൾക്കാണ്ട് എത്രയോ ആണ് ഇപ്പൊ ഈ കേൾക്കുന്നത്. നമ്മൾ ആകെ അറിയപ്പെടുന്നത് എന്താ അറിയോ? 2 സാധനമാണ് അറിയാം. ഒന്ന് കഞ്ചാവ്, ഒന്ന് കള്ള്. അല്ലാത്തൊരു മയക്കുമരുന്ന് നമ്മളറിയില്ല. നേരെ മറിച്ച് ഇപ്പൊ 362 ഇനാണ് ഇറങ്ങിയിരിക്കുന്നത് അല്ലേ? കേട്ടുകളില്ല. അതൊക്കെ ഈ നാട് നിരപ്പാക്കിയത് ബംഗാളികളാണ്. ചെറിയ മക്കൾ തന്നെ മുട്ടായി തൊള്ളിയിലിടുന്ന ഐറ്റങ്ങൾ പല ഐറ്റം ഉണ്ട്. നാവ് വെക്കണത്, മുട്ട ബെല്ല് വെക്കണത്, സൂചി അടിക്കണത്. അത് ആദ്യം നിലനിർത്തട്ടെ. ഭരണം മറ്റോ മറിച്ചൊക്കെ പിന്നെ ആലോചിക്കാം. ഇതാണ് അപ്പൊ നമുക്കേ അപ്പൊ സംഗതി ഇതൊക്കെയാണ് നിങ്ങളെ ഒരു കാഴ്ചപ്പാട്. പറഞ്ഞ ശരി തന്നെയാണ്. 10 കൊല്ലം അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അവരത് ശ്രദ്ധിക്കായിരുന്നെങ്കിൽ ഇപ്പൊ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ നമ്മളെ വി ഡി സതീശൻ സാറും കൂടി കാണിച്ചു തരേണ്ടത് അങ്ങനെയൊക്കെ ചെയ്യാം. കേരള പോലീസ് യോഗ്യന്മാരാണ്. അവർക്ക് ഫ്രീ ആയിട്ട് പ്രവർത്തിക്കാൻ അവസരം അതല്ല വേണ്ടിയത്. നാട് നന്നാക്കട്ടെ. ആദ്യം നാട് നന്നാക്കട്ടെ. മറ്റുള്ളതൊക്കെ പിന്നെ മതി. കാരണേ ജീവൻ ഉണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും പൂളക്കേലും പറിച്ച് തിന്നോളും അല്ലേ? ഇതാണ് ആദ്യം നിലനിർത്തേണ്ടത്. അതിന് എന്റെ മുഖ്യമന്ത്രിയും എന്റെ ചെന്നിത്തലയും ഓലെ കണ്ട് കാണുകയാണെങ്കിൽ അവരെ കാര്യം പിടിച്ച് മുട്ടും. തീർച്ചയായിട്ടും മുട്ടും. കാരണം ഇങ്ങനത്തെ ഒരു മയക്കുമരുന്നിന്റെ ലോകം ഞാൻ ആദ്യമായിട്ട് കേൾക്കും. 1 ലക്ഷം മയക്കുമരുന്നാണ് ഇറങ്ങിയിരിക്കുന്നത്. പല മോഡല്. നമുക്ക് ആകെ അറിയുന്നത് എന്താണ്? ഒരു കഞ്ചാവും ഒരു കള്ളും. അതിന്റെ ശേഷമാണ് ഇതൊക്കെ ഇറങ്ങിയത്. അപ്പൊ അത് ഈ കേട് വരുത്തിയത് ഇവലാണ്. ഇപ്പൊ അതിന് 10 കൊല്ലം ഭരിച്ചല്ലോ. അവര് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നു. അതുപോലെ നോക്കിയില്ല. ഓല് വരെ ആണ്ടും കണ്ടു പറഞ്ഞിട്ട് നടന്നു. അത് പോട്ടെ പോയി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി കാര്യമില്ല. ഇപ്പൊ നമ്മളെ കുട്ടികളെയൊക്കെ കിട്ടിയിരിക്കണ്. അപ്പൊ അതുകൊണ്ട് അതുപോലെ നിലനിർത്തട്ടെ. അതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. എന്റെ കുടുംബങ്ങളും പ്രാർത്ഥിക്കും. എന്റെ മലപ്പുറം ജില്ല മൊത്തം പ്രാർത്ഥിക്കും. ഓലെ നിലനിർത്താനും ഈ ഭരണം നിലനിൽക്കാനും ഈ മയക്കുമരുന്ന് ഒഴിവാക്കാനും വേണ്ടിയിട്ട് അവരാദ്യം ശ്രമിക്കട്ടെ. അപ്പൊ നമുക്ക് നമ്മുടെ കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ സാറിനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലക്കും അതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ഒരു ബിഗ് സല്യൂട്ട്. ഒരു ബിഗ് സല്യൂട്ട്.